ഇന്ന് പറയുന്നത് CSDSൻ്റെ എക്സിപ്പോളാണ്. 21 സംസ്ഥാനങ്ങളിലായിട്ട് 310 മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ എക്സിപ്പോളാണ് പറയുന്നത്. ആദ്യം പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിൽ 25 സീറ്റുകളുണ്ട്. 25-ൽ 2 മുതൽ 3 വരെ സീറ്റാണ് ഇന്ത്യ സഖ്യത്തിന് നേടാനാവുക. BJPക്ക് സീറ്റ് നേടാനാവുകയില്ല. 20 മുതൽ 22 സീറ്റ് വരെ YSR കോൺഗ്രസ് നേടും. രണ്ടാമതായി പറയുന്നത് അരുണാചൽ പ്രദേശാണ്. അരുണാചലിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റിൽ 1 സീറ്റ് BJPയും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത്. അടുത്തത് അസാമാണ്. അസാമിൽ 14 സീറ്റുകളാണുള്ളത്. 14-ൽ 10 സീറ്റ് BJPയും 4 സീറ്റ് വരെ ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡിൽ 11 സീറ്റാണുള്ളത്. 11-ൽ 6 സീറ്റ് BJPയും 5 സീറ്റ് വരെ ഇന്ത്യ സഖ്യവും നേടുമെന്നാണ്. അടുത്തതായിട്ട് പറയുന്നത് 2 സീറ്റുള്ള ഗോവയാണ്. ഗോവയിൽ 1 സീറ്റ് BJPയും 1 സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്തത് ഗുജറാത്താണ്. ഗുജറാത്തിൽ 26 സീറ്റുകളുണ്ട്. 26-ൽ 25 സീറ്റ് BJP സഖ്യം നേടും. 1 സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് നേടാനാവുക. അടുത്തത് ഹരിയാനയാണ്. ഹരിയാനയിൽ 10 സീറ്റാണുള്ളത്. 10-ൽ 3 സീറ്റ് മാത്രമാണ് BJPക്ക് നേടാനാവുക. 7 സീറ്റും ഇന്ത്യ സഖ്യം നേടും. അടുത്തത് 28 സീറ്റുള്ള കർണാടകയാണ്. കർണാടകയിൽ 8 സീറ്റിലേക്ക് BJP ഒതുങ്ങുമെന്നും 20 സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നുമാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്തതായി പറയുന്നത് കേരളമാണ്. കേരളത്തിൽ 20-ൽ 20 സീറ്റും ഇന്ത്യ സഖ്യം നേടുമെന്നും BJPക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ലെന്നുമാണ് ഈ സർവേയിൽ കാണിക്കുന്നത്. അടുത്തത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിൽ 29 സീറ്റാണുള്ളത്. 29, 25 മുതൽ 27 സീറ്റ് വരെ BJP സഖ്യം, 2 മുതൽ 3 വരെ സീറ്റ് മാത്രമേ ഇന്ത്യ സഖ്യം നേടുകയുള്ളൂ. അടുത്തതായിട്ട് പറയുന്നത് 48 സീറ്റുകളുള്ള മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ 14 സീറ്റിലേക്ക് BJP ഒതുങ്ങുകയും 34 സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുകയും ചെയ്യുമെന്നാണ് സർവേയിൽ പറയുന്നത്. അടുത്തത് മണിപ്പൂരാണ്. മണിപ്പൂരിൽ 3 സീറ്റുണ്ട്. 3 സീറ്റിൽ 3 സീറ്റും മറ്റുള്ളവർ നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് മേഘാലയ, മിസോറാം, നാഗാലാൻഡ് എന്നീ 3 സംസ്ഥാനങ്ങളുടെ സീറ്റുകളാണ്. 5 സീറ്റുകളുള്ളത്. 5-ൽ 3 ഇന്ത്യ സഖ്യം, 2 മറ്റുള്ളവർ നേടും. അടുത്തതായി പറയുന്നത് 25 സീറ്റുകളുള്ള രാജസ്ഥാനാണ്. രാജസ്ഥാനിൽ 23 സീറ്റ് BJPയും 2 സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്തതായിട്ട് പറയുന്നത് സിക്കിമാണ്. സിക്കിമിൽ 1 സീറ്റാണുള്ളത്. ആ 1 സീറ്റ് BJP നേടും. അടുത്തതായിട്ട് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 39 സീറ്റുകളാണുള്ളത്. 39-ൽ 35 മുതൽ 38 സീറ്റ് വരെ ഇന്ത്യ സഖ്യവും 2 സീറ്റ് BJP സഖ്യവും നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അടുത്തതായി പറയുന്നത് 17 സീറ്റുള്ള തെലുങ്കാനയാണ്. തെലുങ്കാനയിൽ 4 സീറ്റ് വരെ BJPയും 8 സീറ്റിലേക്ക് ഇന്ത്യ സഖ്യവും ഉയരും. 5 സീറ്റ് മറ്റുള്ളവരും നേടുമെന്നാണ്. അടുത്തത് ഗോവയാണ്. ഗോവയിൽ 2 സീറ്റാണുള്ളത്. 2 സീറ്റും BJP നേടും. ഇന്ത്യ സഖ്യത്തിന് സീറ്റൊന്നും നേടാൻ ആവുകയില്ല. അടുത്തത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൽ 5 സീറ്റാണുള്ളത്. 5 സീറ്റിൽ 3 സീറ്റ് BJPയും 2 സീറ്റ് ഇന്ത്യ സഖ്യവും നേടും. ടോട്ടൽ 21 സംസ്ഥാനങ്ങളിലായിട്ട് 310 സീറ്റുകളിലേക്കാണ് ഈ പ്രവചനം നടത്തിയിട്ടുള്ളത്. 310 സീറ്റുകളിൽ 128 സീറ്റ് BJPയും 150 സീറ്റ് ഇന്ത്യ സഖ്യവും 32 സീറ്റ് മറ്റുള്ളവരും നേടുമെന്നാണ് ഈ സർവേയിൽ പറയുന്നത്.